പാരലൽ ഓപ്പറേഷൻ ഓഫ് ലിഥിയം ബാറ്ററീസ് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. അതിൻ്റെ പവർ കേബിൾസും കമ്മ്യൂണിക്കേഷൻ കേബിൾസും എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. ഡേയുടെ പുതിയ SCFI+ ബാറ്ററിയിൽ ബാറ്ററി ടെർമിനൽസ്, പവർ ടെർമിനൽസ് വന്നിരിക്കുന്നത് ഫൈബർ ബോഡിയിലാണ്. അതുകൂടാണ്ട് ബാറ്ററിക്ക് സേഫ്റ്റിക്ക് ഓരോ ക്യാപ്പും വരുന്നുണ്ട്. ബാറ്ററി പാരലൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡുവൽ സ്ക്രൂ ടെർമിനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സെറ്റ് നമുക്ക് ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാം, സെക്കൻഡ് നമുക്ക് ബാറ്ററി പാരലൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ ഡെമോ പർപ്പസിന് വേണ്ടി ഞങ്ങൾ വണ്ണം കുറഞ്ഞ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മിനിമം 25 സ്ക്വയർ mm കേബിളെങ്കിലും യൂസ് ചെയ്യണം. നെഗറ്റീവ് ടു നെഗറ്റീവും പോസിറ്റീവ് ടു പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററികൾ തമ്മിൽ പാരലൽ ചെയ്ത ശേഷം നെക്സ്റ്റ് കണക്ട് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷൻ കേബിൾസ് ആണ്. രണ്ട് ബാറ്ററിയുടെയും കമ്മ്യൂണിക്കേഷൻ കേബിൾസും ഇൻവെർട്ടറായിട്ട് കണക്ട് ചെയ്യണം. ഇൻവെർട്ടറിന്റെ കമ്മ്യൂണിക്കേഷൻ ബോർഡാണിത്. ഇതിൽ ബാറ്ററി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടെർമിനലാണ് BMS 485 CAN എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിയുടെ കൂടെ വന്നിരിക്കുന്ന ലാൻ കേബിൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേബിൾ അതിൽ കണക്ട് ചെയ്യുക. ദെൻ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന നെറ്റ്വർക്ക് കേബിൾ നമ്മുടെ ബാറ്ററിയുടെ PCS ടെർമിനലിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ബാറ്ററിയുടെ PCSനോട് ചേർന്നിട്ടുള്ള ഔട്ട് പിന്നിൽ നിന്നും സെക്കൻഡ് ബാറ്ററിയുടെ ഇന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമതൊരു ബാറ്ററി ഉണ്ടെങ്കിൽ സെക്കൻഡ് ബാറ്ററിയുടെ ഔട്ടിൽ നിന്നും മൂന്നാമത്തെ ബാറ്ററിയുടെ ഇന്നിലേക്ക് കണക്ട് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ കേബിൾസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബാറ്ററി നമുക്ക് ഓണാക്കാം. സോഫ്റ്റ് സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, സെക്കൻഡ് ബാറ്ററിയുടെയും പ്രസ് ചെയ്യുക. ബാറ്ററിയിൽ 3 ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് ഓഫ് ചാർജ് അറിയാൻ വേണ്ടിയിട്ട് 5 LED കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലാമും റണ്ണും. നെക്സ്റ്റ് നമുക്ക് ഇൻവെർട്ടർ ഓണാക്കാം. വൺസ് ഇൻവെർട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ ബാറ്ററിയിൽ ഒന്ന് പ്രസ് ചെയ്യുക. ലിഥിയം BMS പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ചാർജ് കറണ്ട് ലിമിറ്റ് 200 ആംപിയർ, ഡിസ്ചാർജ് കറണ്ട് ലിമിറ്റ് 200 ആംപിയർ. നമ്മൾ 2 ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആയതാണ്. ഇപ്പോൾ 2 ബാറ്ററിയും കണക്ട് ആയെന്ന് ഉറപ്പിക്കാം.